ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മീനില്ലാത്തൊരു മീൻ കറിയാണ്. കാരണം വെജിറ്റബിൾ കഴിക്കുന്നവർക്ക് അതൊരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അത് എൻ്റെ മുത്തശ്ശി പണ്ട് എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അതിനുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. 2 തക്കാളി, 3 പച്ചമുളക്, 10 ചെറിയ ഉള്ളി, ഒരു വലിയ ഉള്ളിയാണ്, കുറച്ച് ഇഞ്ചി, കുടംപുളി. പിന്നെ ഇതിനൊരു തേങ്ങ വേണം. തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. കുറച്ച് കടുക് വറുക്കണം. അത് ചെറിയ ഉള്ളി തന്നെ കടുക് വറുക്കണം. കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. അടുപ്പ് കത്തിക്കുന്ന മുമ്പ് ആദ്യം കുറച്ച് വലിയ ഉള്ളി, അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു കുടംപുളി, 2 കുടംപുളി, തക്കാളി, 2 തക്കാളിയാണ്. അത് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടി കയ്യിലിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കുഴയ്ക്കണം. എന്നാലും ആ മീനിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല. കൈയൊക്കെ നന്നായി കഴുകിയിട്ട് കുഴയ്ക്കണം. പണ്ടൊക്കെ മുത്തശ്ശിമാർ മീൻ വയ്ക്കാൻ പറയുമ്പോൾ ഇങ്ങനത്തെ കൂട്ടാൻ വെച്ചിട്ട് നമ്മളെ പറ്റിക്കും. പക്ഷേ മീനിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും മീനിൻ്റെ. നന്നായി കുഴച്ചു. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കും. ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം. ഇനി അടുപ്പ് കത്തിക്കും. എല്ലാം കുഴച്ചുമല്ലോ. ഇനി അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ നോക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആയിട്ടില്ല, ഒന്നും കൂടി വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയല്ലോ. ഒന്ന് തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. കുറച്ചൊന്ന് ഉടച്ചിട്ട് നമുക്കിത് തേങ്ങയും മഞ്ഞളും കൂടി അരച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് ഒഴിക്കാം. നല്ല സ്വാദുണ്ടാവും. ചില നേരത്തെ കായ്കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. കുടംപുളി ജാസ്തി ഇടാൻ പാടില്ല കേട്ടോ, ഒരു ചോള മാത്രമേ ഇടാൻ പാടുള്ളൂ. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറച്ച് വേണം. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. ഒന്ന് തുറന്ന് നോക്കാം. നന്നായി തിളയ്ക്കുന്നുണ്ട്. മീനിൻ്റെ മണം വരുന്നുണ്ട്. നോക്കൂ, നല്ല മീനിൻ്റെ മണം വരുന്നുണ്ട്. ഇഞ്ചിയും കുടംപുളിയൊക്കെ ഇട്ടില്ലേ, അതാണ് ആ മീനിൻ്റെ മണം വരുന്നത്. വെജിറ്റബിൾ കൂട്ടുന്നവർക്ക് നല്ല ടേസ്റ്റുള്ള കറിയാണത്. ഇതൊന്ന് ഇറക്കി വയ്ക്കുക. ഒന്ന് കടുക് വറുത്തിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിൽ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചൂടായ ശേഷം
ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തിടാം. ചെറിയ ഉള്ളി മാത്രമേ ഇതിനിടാൻ പറ്റുള്ളൂ. നല്ല മണം വരും. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തിടാം. വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കണം. ഉള്ളി ചോക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടുക. ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് കറിയിൽ ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ ഒന്ന് അടച്ച് വെക്കണം. എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറിയ ഉള്ളി നമ്മളൊന്ന് വറുത്തിട്ടുണ്ടായിരുന്നല്ലോ, 10 മിനിറ്റ് അടച്ച് വെച്ചു. ഇനി നമ്മൾ ഒന്ന് തുറന്ന് നോക്കാം. മീനില്ലാത്ത മീൻ കറി റെഡി.